ഇതാ ഈ സ്ഥലം കണ്ടിട്ട് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ ഫാലിമി സിനിമയിലുള്ള ആ റെയിൽവേ സ്റ്റേഷൻ പോലെ ഇല്ലേ? അങ്ങനെ രാവിലത്തെ ട്രെയിനിൽ കയറിയിട്ട് നല്ല ഉറക്കക്ഷീണുണ്ട് എല്ലാവരുടെ മുഖത്തും. ഇതാ ഒരു ഫേക്ക് ബ്ലോഗർ ഫോൺ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. ടൗൺ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഹോസ്പിറ്റലിൽ പോയേണ്ടി വന്നേനെ. അങ്ങനെ കുറേ ആലോചനകൾക്ക് ശേഷം ഞങ്ങളിതാ മറൈൻ ഡ്രൈവ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മറൈൻ ഡ്രൈവൊക്കെ കണ്ടു ഞങ്ങൾ ലാസ്റ്റ് വയറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി അതുകൂടി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ് കയറിയതാ വയറ്റിലെ വാട്ടർ മെട്രോയിലേക്ക് പോവാൻ. മസാക്കളി ഒരു മട്ടക്കളി മട്ടക്കളി ഒരു മസാക്കളി മസാക്കളി ഒരു മട്ടക്കളി. എങ്ങോട്ടാ പോന്നെ? ഗൈസ്, ഇവിടെ ആസിഫ് അലിയുടെ ഫിലിമിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ആസിഫ് അലിയെ കാണാനില്ല. നോക്കിയിരിക്കണ ഒരു കൊച്ച്. ആസിഫ് അലിയെ കാണോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാം നെഗറ്റീവാ. അങ്ങനെ അടിമാലി എത്തി. ഇനി ഇവിടെ നിന്ന് മൂന്നാർ ബസ് കയറണം. ഉറങ്ങി ചത്തത് ഇവളൊക്കെ. തരുമോ? എന്തൊക്കെയാ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാ ഗുലാബ് ജാമുൻ, കൊണ്ടാട്ടം, ഗന്ധുപ്പേരി, തോരന. ഇത് മറ്റേ പുളിശ്ശേരിയാണെന്ന് തോന്നുന്നു. പുളിശ്ശേരി അല്ല, ഇത് അതുമാണ്. അത് ഒരു മീന് മരിച്ചിനി. ഇത് മറ്റേ സലഡ് പോലത്തായിരിക്കും. ഇത് തോരൻ, അച്ചാറ്, സാമ്പാർ. ഇത് അറിയില്ല. നിനക്കോ സെയിം ആണോ? സെയിം മീൻകറിയില്ല. കൊണ്ടാട്ടം ഉണ്ടല്ലേ. അപ്പം ഫ്രൈഡ് റൈസ്. താഴെ എടുക്കണേ വീഡിയോയില്. ഹലോ, എവിടെ പോട്ടെ? എവിടെ പോട്ടെ? Guys, this is the place. Wow. Guys, എന്ത് ബ്യൂട്ടിഫുൾ ആണ്.
ഈ ഗായ്സ് നമ്മൾ അങ്ങനെ ഇപ്പൊ റൂം എത്തി. നല്ല അടിപൊളി സെറ്റപ്പ് കിടിലൻ റൂമാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ കഥകളി ഒന്ന് ചെറുതായിട്ട് മിസ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ആ മൂന്നാർ ജംഗ്ഷനിൽ കിടന്ന് കറങ്ങി കുറച്ച് സമയം കാണും. തലതിരിഞ്ഞു പോയതാ, കുഴപ്പമില്ല, മൈൻഡ് തന്നെ അങ്ങോട്ട് മാറിയിട്ട്. ഓക്കെ, നൗ ദ വ്യൂ. സോറി, ടൈപ്പ് ആ മഞ്ഞ മുടി കിടക്കുന്നത് കണ്ടോ? What is this? Oh my God, this is beauty. It's amazing. The view, the view. ഞാൻ പറഞ്ഞ ഇത്രയും നേരം ഈ ഒരു സ്ഥലത്ത് വരണ്ട വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചുങ്ങളാണ്. അത് കുറച്ച് റേറ്റ് കൂടിയോണ്ടാണ് ഗൈസ്, നമ്മൾ പൈസയും കൂടി പക്ഷെ നോക്കണം. നമ്മൾ വില പേശി നോക്കൂ. The view. With a view, with a pool, private pool. ഒരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്തിട്ട് അറിയില്ല എങ്ങനെ പറയണ്ടത്. ഇനി നമ്മൾ സീക്രട്ട് ഗാർഡനിലേക്ക് പോകാം. ഇതിപ്പോ ഞാനാ വ്ളോഗ്, ഞാൻ വ്ളോഗർ, നോൺ വ്ളോഗർ ഫ്രഞ്ച്. ഓ guys, this is the secret garden. Yo, ഡിമ്മായി പോയി കേട്ടോ. അല്ല പോ.
ഹലോ. എനിക്കറിയാം എൻ്റെ മുടി ഭയങ്കര മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. എനിവേ, ഇന്നാണ് ഞങ്ങളുടെ മൂന്നാറിലെ ലാസ്റ്റ് ഡേ. ഞാൻ ഈ വ്യൂ ഒക്കെ മിസ് ചെയ്യും. ദിസ് സൂപ്പർ വ്യൂ. ബൈ ദ വേ, നല്ല റൂമായിരുന്നു. എന്താ അതിൻ്റെ പേരെന്താ, മിസ്റ്റി മൗണ്ടൻസ്. അടിപൊളി ഫുഡായിരുന്നു. എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ബൊഫേ ആയിരുന്നു. ഞങ്ങളുടെ ജീപ്പ് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം. ഇനി ജീപ്പിൽ കയറിയിട്ട് കാണാം. ഹലോ, നമ്മളിപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. ഇവിടെ പോയി ഇടിച്ചേനെ. നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ട്. നമ്മുടെ മൊസമ്പി. കൊള്ളാല്ലേ? ആണ് ഗൈസ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അയ്യോ, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കോണും കഴിക്കാനും മാഗിയും. ഞാൻ മാഗി കുഴിച്ചു. ഇവളെന്താ കട്ടൻ ചായ കുടിച്ച്. ഇവളൊന്നും കുടിച്ചില്ല. ഇനിയിപ്പം ഞങ്ങൾ ഈ പാലം നടന്ന് ജീപ്പിൻ്റെ അടുത്തേക്ക് പോവാം. എന്തിനാ വിഷമിക്കുന്ന? ഇതൊരു ഫോട്ടോ പോയിന്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. മറ്റേ പിച്ചക്കാരിയെ പോലെ ഉണ്ടോ വന്നു. ഒരു കോൺ കൊതിച്ചുണ്ട് ഗൈസ്. കോൺ കഴിക്കാൻ പോവാണ്. ചില്ലറ ഉണ്ടോ? 500 ചില്ലറ ഉണ്ടോ? Seren. Seren.
ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ ഫൈനലി ഞാൻ ചൂടോടെ എടുത്തയക്കട്ട പട്ടാടം. വാട്ടർഫോൾസ് കാണാൻ പോവാണ്. ചിലന്തിയാർ വാട്ടർഫോൾസ് എന്നാണ് പേര്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈശ്വര, ഇനി വലിയ വലിയ ചിലന്തികൾ വരുമോ എന്നറിയില്ല. കണ്ടത് തെറിവിളിയായിരിക്കും, തെറിവിളി. അമ്മീ ഇത് വ്ളോഗായിട്ട് ഇടരുത്, നാട്ടുകാരടിക്കും. പിന്നെ നീ പറ, എന്തിന് ഈ വാട്ടർഫോളിന് ചിലന്തിയാർന്ന വാട്ടർഫോൾ എന്ന് പേരിട്ടു? എന്ത് ഇതിലും ഭേദം ഞാൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ടല്ല, വാട്ടർഫോളിന്റെ ശബ്ദം ദൂരെന്ന് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാമോ? ഒരു കുഴപ്പമില്ല ഗൈസ്, ഒരു റിപ്ലൈ ഇല്ല. എടി മറ്റേ വഴിയാന്ന് തോന്നുന്നു. അവരൊക്കെ വീടോ അവിടെ നിനക്കറിയോ? അവിടെ വെൽക്കം ഹോമൊക്കെയാണ് ഓർമ്മ വരണത്. എനിക്ക് ഈ വഴി വന്നപ്പോൾ മൊത്തം ആ വെൽക്കം ഹോം സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. പലതും ഓർമ്മ വരും. ഇവിടെ ഡെഡ് എൻഡാ. ഇതാണ് ചിലന്തി വലയായിരുന്ന എന്തൊരു ചിലന്തി. ഞാനൊന്ന് തലയൊക്കെ നനച്ച്, നല്ല തണുപ്പ് വെള്ളത്തിന്, പിന്നെ തല നനയ്ക്കാതിരിക്കാൻ തോന്നിയില്ല. പക്ഷെ ഞാൻ കാല് നനച്ചില്ല, ഇവരൊക്കെ കാല് നനച്ചു. സൂപ്പറായിരുന്നു. ഈ വണ്ടി ഷൂസ് ഇട്ടുകൊണ്ട് വന്നോണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്തു. വാട്ടർഫോളിൽ വരുന്നതിന് മുന്നേ ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ട് വന്നാൽ വെള്ളത്തിൽ ഇറങ്ങാം. ഓക്കെ, അപ്പൊ നമ്മളിനി സ്ട്രോബെറി ഗാർഡനിലേക്കാണ് പോകണം. അവിടെ വാട്ടർഫോൾ കാണിച്ചാ ഫോണിന് അത്രയും ഭംഗി കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ഭയങ്കര ഒരു നല്ല ഭംഗിയുണ്ട്. വേറെ ഷേപ്പല്ലേ? അവിടെ കൈ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. സ്ട്രോബെറി 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 ഇത് നല്ല മധുരം ഉണ്ടാവും. മധുരമുണ്ടോ?
കുറച്ച് റെഡി. സാധാരണ സ്ട്രോബെറി ഭയങ്കര പുളിയാണ്. മുഴുവനല്ല. നിങ്ങൾ ഇതിന്റെ വൈൻ ഒറ്റ ഷോട്ടിന് കഴിച്ചു കഴിച്ചോ? കുടിച്ചോ? ചേച്ചി കഴിച്ചു, ചേച്ചി വീഡിയോ എടുത്തു. ഞാനാണെങ്കിൽ വീഡിയോ വയ്ക്കും തോറും ഇതിന്റെ പവർ കൂടും. അതെ, അന്നെങ്കിൽ അതല്ലേ ഒറ്റയടിക്ക് പിടിച്ചോ വയലൊക്കെ. ജാമൊന്ന് ടേസ്റ്റ് ജാമ് ഇത് നമുക്ക് 4 മാസത്തേക്ക് ഇടാവില്ല. എവിടെ സ്ഥലം? എവിടെ? ട്രിവാൻഡ്രത്തേക്ക് ഒരു 2 കൊല്ലത്തിന് മുമ്പ് വന്നിട്ടൊന്നുമില്ല. വിതുര ആ കോപ്പ് പണിക്ക് വന്നാ. ഇത് നമുക്ക് 4 മാസത്തേക്ക് ഇടാവില്ല കേട്ടാ. 4 മാസത്തേക്ക് ഇടാവില്ല. ജാമ ഒന്ന് 150, വൈനിൽ ലിറ്റർ 300, പഴം കായ്ക്കൽ 150. അങ്ങനെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ ആലപ്പുഴ എത്തി. എൻ്റെ ഫ്രണ്ട് എബിൻ പിക്ക് ചെയ്യാൻ വന്നു. പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്കൂട്ടറും ഞങ്ങൾ എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആലപ്പുഴ ഉള്ള ഒരു കിഡിലൻ ഷാപ്പിലേക്ക് പോവാണ്. അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഫുഡിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഇതുപോലെ വീട്ടിൽ നിന്നും വിടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം. സോ കിട്ടുന്ന ടൈമൊക്കെ ഇതുപോലെ മാക്സിമം എൻജോയ് ചെയ്യുക. ഇതുപോലത്തെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ നമ്മുടെ കൂടെ ലൈഫ് ലോങ് കാണും. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്ട്രിക്റ്റ് പാരൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ടാറ്റാ.